മൈസൂർ വന്നിട്ട് മൈസൂർ സ്പെഷ്യൽ ദോശ. ഇതാണ് മൈസൂരിൻ്റെ സ്പെഷ്യൽ ദോശയാണ്. നമ്മൾ പൂരിയും അതുപോലെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതായത് മൈസൂർ സ്പെഷ്യൽ ദോശ. നമ്മൾ എൻട്രൻസിനുള്ളിൽ കയറിയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാഷ് മാത്രമായിട്ട് എടുക്കുള്ളൂ. ജി പേ ഒന്നും വർക്കില്ല. ഓൺലൈനിൻ്റെ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാവട്ടെ കൗണ്ടർ ഇരുന്ന് നമ്മളെ അങ്ങനെ ഇതാ ജീവിതത്തിൽ ആദ്യമായി മൈസൂർ പാലസിൻ്റെ അല്ലേ ഞാനാദ്യമായിട്ട് നീയോ ലൊട്ടേ ഗൈസ് ആദ്യമായിട്ടോ മൈസൂർ പാലസിൻ്റെ മുന്നിൽ. പിന്നെ പാലസ് പ്ലാസ്റ്റർ ചെയ്ത അപ്പൊ ഗൈസ് ഇന്ന് രാവിലെയാണ് നമ്മൾ പോവുക. ഈ മൈസൂർ വിട്ട് നമ്മൾ പോവുകയാണ്. 3ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവുക. ഇനി 2 ദിവസം വയനാട്ടിലുണ്ടാവും. വയനാട്ടിൽ നല്ല വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ എത്ര 9 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് എല്ലാം ആയിട്ട് പോകാനാണ് വിചാരിച്ചത്. എല്ലാ പാക്കിങ്ങിലാണ് പാക്ക് ചെയ്യട്ടെ. മൈസൂർ വന്നിട്ട് മൈസൂർ സ്പെഷ്യൽ ദോശ. ഇതാണ് മൈസൂരിൻ്റെ സ്പെഷ്യൽ ദോശയാണ്. നമ്മൾ പൂരിയും അതുപോലെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതായത് മൈസൂർ സ്പെഷ്യൽ ദോശ. പാകിസ്ഥാനിന്റെ വീടെല്ലാം കൊട്ടാരം. ഹലോ ഗൈസ്, നമ്മളെ ഫ്രാങ്ക്ലിൻ ഇപ്പം ദുബായിലാണ്. ദുബായിൽ ഇപ്പം വന്ന് കുറെ ദിവസമായി. ഫ്രാങ്ക്ലിന് ഇപ്പം വന്നിട്ട് കുറെ ഞാനാ ഫ്രാങ്ക്ലിൻ. അപ്പൊ നമ്മളിപ്പോ പോയിട്ട് ഒരു കാഴ്ചയായി. ഇതെല്ലാം നിൽക്കുന്ന കാണുമ്പില്ലേ അല്ലെങ്കിൽ ജില്ലയിലെ പ്രതിമ നിൽക്കുന്നില്ലേ? പാലസ് നേരെ പോയിട്ട് ഇവിടെ സൈഡൊക്കെ 11 മണിക്കാ പാലസ് 11 ആദ്യം അവിടെ പോയിട്ട് അറിയും. ഈ ചന്ദനപ്പേട്ട ഉണ്ട്, മൈസാരിപ്പേട്ട ഉണ്ട്, ഇന്നത്തെ കേസായിരിക്കും. മ്യൂസിയം ഉണ്ട്. ഒരു 50 രൂപ കൊടുത്ത ഗൈഡ് നമ്മുടെ ബൈക്ക് പാടൊക്കെ ഈ ചന്ദനപ്പേട്ട മൈസാരിപ്പേട്ട കാണിക്കാം. വേണ്ട ഞാൻ ഇവിടെ നോക്കട്ടെ ഇറങ്ങിട്ട്. കുതിര ഓപ്പൺ ആയിട്ടില്ല. പൂ നോക്ക്. പൂവാ അത്? നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതൊക്കെ മൈസൂർ അറുപഴ കൊണ്ടെടുത്തു. രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. നമ്മളിപ്പോൾ മൈസൂർ പാലസിന്റെ പാർക്കിംഗ് ഏരിയയിലായിട്ടുള്ള നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് വെച്ച് ഇപ്പം നമ്മൾ നേരെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അങ്ങോട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അതിൽ ക്യൂ നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ ക്യൂ നിന്നതിന് ശേഷം ഞാൻ ഓൺലൈൻ ടിക്കറ്റ് ഇട്ടാൽ വകുപ്പുണ്ടോ നോക്കട്ടെ. ശരി, നമ്മൾ എൻട്രൻസിനുള്ളിൽ കയറിയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാഷ് മാത്രമായിട്ട് എടുക്കുള്ളൂ. ജി പേ ഒന്നും വർക്കില്ല. ഓൺലൈനിൻ്റെ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാവട്ടെ കൗണ്ടർ ഇരുന്ന് നമ്മൾ നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സരുണ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ ഒന്ന് കേട്ടോ. പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ബാക്കി ഇങ്ങോട്ട് കയറി ചെന്നതിന് ശേഷം കാണാം. അങ്ങനെ ഇതാ ജീവിതത്തിൽ ആദ്യമായി മൈസൂർ പാലസിൻ്റെ അല്ലേ ഞാനാദ്യമായിട്ട് നീയോ ലൊട്ടേ ഗൈസ് ആദ്യമായിട്ടോ മൈസൂർ പാലസിന് മുന്നിൽ. വയസ്സ് എത്രയായിന്നറിയോ?
എന്നിട്ട് ഇത്രയും വയസ്സിനിടയിൽ വയസ്സ് പറയുന്നില്ല ഗൈസ്, വയസ്സനാന്ന് പറയുന്നത്, അതുകൊണ്ട് വയസ്സ് പറയുന്നില്ല. വയസ്സിന് നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കയറ്റുന്നത് കേട്ടോ. ഇവിടെ നേരെ ഉള്ളിലേക്ക് കയറ്റും. കുതിര വണ്ടിയാ, വണ്ടിയാ, കുതിര വണ്ടി പോലത്തെ സാധനം. ഇത് കാളേന ഒറ്റ സാധനം. മിസൈലിനെല്ലാം തോന്നുന്നു. രാജാക്കന്മാരെ, രാജ്ഞിമാരൊക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓരോ ആൾക്കാരുടെ ഫോട്ടോസ് ആട്ടോ. ഫോട്ടോസ് ചുറ്റം വരച്ച് വെച്ചോ. തിരക്കാട്ടോ, തന്നെയാണ് ഫുൾ. ഇതിനൊക്കെ നല്ല എന്താ പറയാ, മൊത്തം വെള്ളി കൊണ്ടുണ്ടാക്കിയ ചെയറാട്ടോ. ഇതൊക്കെ ഫുൾ വെള്ളി കേട്ടാ, വെള്ളി കൊണ്ടുണ്ടാക്കിയ ചെയറാണ്. പിന്നെ ഇത് ആനക്കൊമ്പ്. പിന്നെ പാലസ് പ്ലാസ്റ്റർ ചെയ്ത അയാള് രാജാവല്ല, അയാളാണ് മറ്റേ ഇത് തേച്ചേൻ്റെ ജീവിതം കിട്ടും. ഇതുണ്ടായിട്ടു ഇവിടെ നിന്നാണ് ഞെട്ടി ഗൈസ്. സംഭവം ഇവിടുത്തെ ഓരോ വർക്കും കണ്ടു നോക്കുമ്പോൾ ഞെട്ടലോട് ഞെട്ടലാണ് ഗൈസ്. തലമണ്ടയിൽ ബോംബ് പൊട്ടിയ പോലെ അപാരം തന്നെ കേട്ടോ. ഇത് പണ്ട് മുതലേ ആനയിൽ മണി കെട്ടുന്ന ശീലം കേട്ടാ. പണ്ട് ഉപയോഗിച്ച സാധനങ്ങളാണ്. പന്നിയല്ല, വെഞ്ചാമരം. അത് വെഞ്ചാമരം. നമ്മളെ പാലസിന്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ അതിൻ്റെ മുന്നിലുള്ള ഗാർഡന് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് പാലസിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അമ്പോ ഭയങ്കര വെയിലാട്ടോ. ഭയങ്കര വെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ടോ, ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഗൈസ്, ഇത് പാലസിൻ്റെ നീളം കണ്ടോളെ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ 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 അതിൻ്റെ അപ്പർ സൈഡ് നമ്മൾ കാണുന്നത് കേട്ടോ. കാരണം അങ്ങോട്ടേക്ക് നടക്കാന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിട്ട് തലവേദനയായിരിക്കും. നമുക്ക് അടുത്ത ട്രിപ്പ് നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക, തലവേദന വരുമ്പോണ്ട വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ പാർക്കിങ് വേണ്ട എനിക്കല്ലേ. ആകാശത്തിന് എന്തോ ഒരു പ്രത്യേക ഭംഗി പോലെ. കൂടുതലല്ലേ
നമ്മൾ നേരെ മൈസൂർ പാലസ് ഇറങ്ങിയിട്ട് നമ്മളൊരു ചർച്ചിലാണ് പോയത്. അവിടെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കേന്ദ്രത്തിലാട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഈ ബസ്സിലാണ് നമ്മൾ എന്തിരിക്കുന്നത്, ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ബസ്സിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്ത്. അപ്പോൾ പെർ പേഴ്സൺ 600 രൂപ കേട്ടോ ടിക്കറ്റിനായത്. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ കാട്ടിനുള്ളിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, കർണാടകയിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട അടിപൊളി ഒരു സ്പോട്ടാട്ടോ ബന്ദിപ്പൂർ റിസർവ് എന്ന് പറയുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വന്ന് കാണാം. റേറ്റിംഗ് അതുപോലെ തന്നെ ടൈമിങ്. മുന്നിൽ ആനയുണ്ട് സാറേ, മുന്നിൽ ആനയുണ്ട്. ആന ನಾವಲ್ಲಿ ನೋಡಿಲ್ವ ಕೇಕ್ ಕುಡಿತೀವಿ ಇಲ್ಲಿ ಬಿಡ್ಬೇಕನ್ನೋಟ. ಈ ನವಿಲುಗಳು ಇಲ್ಲಿರೋ ಜನ ನೋಡಿ ಪೋಸ್ ಕೊಡ್ತಾರೆ. റൂം എടുക്കാൻ പറ്റില്ല കേട്ടോ. ആന ആനയുടെ ഒരു കൂട്ടം തന്നെയാണ്. ഏയ് സൗണ്ട് പാട്. ഒരു കുത്തിയാണ് കണ്ട. 6, 7, 8 ಇದೆ ಹೊರಟೋದಲ್ಲ. ಅಲ್ಲಿಂದ അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ബന്ദിപ്പൂരിന്ന് ആനേനെയും മയിലിനെയും അതുപോലെ കാട്ടുപോത്തും അങ്ങനെ ഏകദേശം മാന് അങ്ങനെ ഒട്ടുമിക്ക ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചിതാ വയനാട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.